ഇന്ന് പൊതുവെ എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, ജീവിതം പണിയെടുക്കാൻ മാത്രമല്ല കുറച്ചൊക്കെ ആസ്വദിക്കണം, കുറച്ച് ടൂറൊക്കെ പോകണം, ജീവിതത്തിൽ എന്നും പണി മാത്രമായിട്ടിരിക്കരുത് എന്നൊക്കെ പറയും. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയട്ടെ, ഒരു നല്ല വലിയൊരു ഫാമിലിയൊക്കെ ആണെങ്കിൽ ഈ പറയുന്നത് ശരിയാണ്. ഒരു സാധാരണ ഒരു ഫാമിലിയിലുള്ളൊരു വ്യക്തികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചെറുതിലെ തന്നെ സാധാ രീതിയിൽ ജീവിച്ച് വളർന്നൊരു ആൾ അവരെ കല്യാണമൊക്കെ കഴിഞ്ഞ് കുടുംബമൊക്കെ ആയി കഴിയുമ്പോൾ ഇപ്പോൾ തറവാട്ടിലേക്ക് താമസിക്കണമെങ്കിൽ അവർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാറി താമസിക്കുന്ന സമയത്ത് ഉള്ളതൊക്കെ വിറ്റ് പെറുക്കി ഒരു 5 സെൻറ്റ് സ്ഥലം വാങ്ങിക്കും. അത് കഴിഞ്ഞിട്ട് അതിലൊരു വീട് വെക്കണമല്ലോ. അതിപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ആ കടങ്ങൾ, ഈ സ്ഥലം വാങ്ങിച്ച കടം മാറുമ്പോഴായിരിക്കും നമ്മൾ എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി ഒരു വീട് വെക്കുന്നത്. ആ വീട് ഇതിൻ്റെ കൂടെ നമ്മുടെ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, കുഞ്ഞുമക്കൾ പഠിച്ച് അവരും മുന്നോട്ടേക്ക് വരാണ്. ഇതെല്ലാം ഒരു ചെറിയ വരുമാനത്തിൽ നിന്നായിരിക്കും ആ ഫാമിലി ഇത് ചെയ്യണത്. ഈ പിള്ളേർ പഠിക്കലും അത് കഴിഞ്ഞ് ഈ മേടിച്ച സ്ഥലത്തിൻ്റെ കട മാറുമ്പോൾ അതിലൊരു ചെറിയ വീടൊക്കെ വെച്ച് അതിൻ്റെ കൂടെ പിള്ളേരുടെ പഠിത്തവും ആ വീടിൻ്റെ ഒരു വിധമൊക്കെ ആകുമ്പോഴത്തേനും പിള്ളേർ ഉയർന്ന വിദ്യാഭ്യാസത്തിലേക്ക് കിടക്കും. അപ്പോഴും ഇതുങ്ങൾ കടവും വിലയൊക്കെ വാങ്ങിച്ച് അതുങ്ങളെ പഠിപ്പിക്കും. ഇത് കഴിഞ്ഞിട്ട് ഒന്ന് നടുനിവരാം എന്നോർത്തിരിക്കുമ്പോഴായിരിക്കും ഇവരുടെ കല്യാണങ്ങൾ വരണത്. കഴിഞ്ഞ് കല്യാണത്തിൻ്റെ ഓടിപ്പായലും അത് കടവും വിലയും വാങ്ങിച്ച് അതുങ്ങൾ നടത്തും. അത് കഴിഞ്ഞ് പേരക്കുട്ടികളുടെ കാര്യങ്ങൾ, അവരുടെ പ്രസവവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരു സാധാ ഫാമിലി എന്നാണ് സന്തോഷിക്കുന്നത്? അവർക്ക് എവിടെയാണ് സന്തോഷിക്കാനുള്ള സമയം കിട്ടുന്നത്? അത് അപ്പോഴത്തേനും അവർക്ക് ഒരുവിധം പ്രായമായി, അപ്പോഴത്തേനും എന്തെങ്കിലുമൊക്കെ ഒരു അസുഖങ്ങൾ വന്ന് അവരുടെ സന്തോഷം ഇത്രയൊക്കെ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം അവർ ഈ പറഞ്ഞിട്ട് വലിയ ടൂറ് പോവാനോ വലിയ നല്ല ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാനോ അതൊന്നും അവർ മാറ്റി വയ്ക്കും കാര്യങ്ങൾ. കാരണം അവർക്ക് അതിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങളാണ്. ഈ മക്കളെ നോക്കലും മക്കളെ കല്യാണം കഴിക്കലും ഓരോന്ന് ചെയ്ത് ഇവർ വരുമ്പോഴത്തേനും അടുത്തൊരു കാര്യം അവർക്കുണ്ടാകും. എനിക്ക് തോന്നിയൊരു കാര്യമാണ്. നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? പറയണം കേട്ടോ.